എന്ത് എറുമ്പാണ് പഠിച്ചോനെ, എറുമ്പ് ഇങ്ങനെ കടിച്ചു ഉരുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എറുമ്പിനുള്ള മരുന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണേ. ഹലോ, അസ്സാം വലൈക്കും. എന്താണ് ഇപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഉറുമ്പിൻ്റെ കഥ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഉറുമ്പാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യും വെയിലിറക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ മുറ്റത്ത് നിറച്ചും ഉറുമ്പുണ്ട്. അപ്പോൾ ഉറുമ്പിനൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം മുറ്റമൊക്കെ അടിച്ച് വാരി നമ്മൾ ചെടി നനക്കലും അതുപോലെ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്നല്ലാതെ നമ്മളെ ചട്ടിയിലേക്കൊന്നും വെള്ളം ഉഷാറായിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. അപ്പോൾ ചെടി നനക്കലും നമ്മളെ മുറ്റം കഴുകലും ഒക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് അവിടെ നിൽക്കുന്നപ്പോഴാണ് നമ്മളെ കാലിലേക്ക് ഇങ്ങനെ ഉറുമ്പ് അരിച്ച് കയറി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കൂല, അരിച്ച് ചവിട്ടി മെതിക്കൂല എന്നൊക്കെ വെറുതെ പറയുക കേട്ടോ. നമ്മളെ ഉറുമ്പെങ്ങാനും കടിക്കും പോലെ കടിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ നമ്മളെ. അപ്പം ഞാൻ ഈ വളം വാങ്ങുന്ന പീടികയിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ അത് വെള്ളം കൂട്ടി സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. അപ്പം വളം വാങ്ങുന്ന പീടികയിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികളുള്ളടത്തൊന്നും വെക്കരുത്, ഉയരത്തിൽ വെക്കണം. നല്ല സൂപ്പർ മയക്കാറുണ്ട് കേട്ടോ. മയക്കാറ് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, പഠിച്ചോനെ എൻ്റെ വിറകൊക്കെ മുറ്റത്തുണ്ടല്ലോ. മുറ്റത്തല്ല, ഒരു ഇങ്ങനെ ഒരു അടക്കി വെച്ചതാട്ടോ. അപ്പോൾ ഷീറ്റൊന്നും ഇല്ല അതിൻ്റെ മുകളിലിടാൻ. ഇനിയിപ്പോൾ മഴ പെയ്താൽ മഴ കൊള്ളേ നിർവാഹമുള്ളൂ. അപ്പോൾ ഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴത്തെ വെയിൽ 1-2 അറച്ചാൽ തന്നെ അത് സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഉണങ്ങിയ നല്ല വിറകാട്ടോ. അപ്പോൾ നമ്മൾ റംലാനാണ് തീ പിടിപ്പിച്ചത്, പിന്നെ തീയേ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണാച്ചമ്പലൊക്കെ ഒന്ന് ചിമ്മിണിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം തീയൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ ഓരോരുത്തർ പറയും നിങ്ങൾ അങ്ങനെ വീഡിയോ എടുക്ക്, ഇങ്ങനെ വീഡിയോ എടുക്ക്, അങ്ങനെ പല കമൻറ്റും ഉണ്ടാവും കേട്ടോ. നമ്മളറിയുന്നോല് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാതാവുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർ പറയും നിങ്ങളെ ഫേസ് കാട്ടി വീഡിയോ എടുത്തോളിന്ന്. അതൊക്കെ വെറുതെ വിചാരിക്കുക കേട്ടോ. നമ്മൾ വൈറലാവാനോ ഇനിയിപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിലും ഒരു നിമിഷം മാറി മറിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ അള്ളാനെ വിശ്വസിക്കുന്നവരല്ലേ. അപ്പോൾ അള്ള വിചാരിച്ച നിമിഷം മതി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ, വെറൈറ്റി ഡിഷോ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചിലവാണ്. അതൊന്നും ഇപ്പോൾ നമ്മളെ ഭർത്താക്കന്മാരോട് പറഞ്ഞാലോ ഒന്നും അവർക്ക് കൊണ്ടുതരാൻ പറ്റൂല കേട്ടോ. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓലെ വരുമാനത്തിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഇങ്ങനെ അടുപ്പ് കത്തിക്കുന്നതും മുരിങ്ങ പറിക്കുന്നതും ഇതൊക്കെ അല്ലാതെ വേറൊരു വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ മോട് 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ 10ാം തരം പരീക്ഷ എഴുതിയവർക്കൊക്കെ നല്ല വിജയം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും ഉന്നത വിജയത്തിലേക്ക് എത്തട്ടെ. അപ്പോൾ മോളിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ എടുപ്പിക്കും കേട്ടോ. ചെറിയ പണികളെയും വെച്ചാൽ മെയിനായിട്ട് അടിച്ച് വാരി തുടപ്പിക്കൽ, അതാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യൽ. അപ്പോൾ ഓള് ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകി വെക്കണം. അപ്പോൾ സുബൈ നിസ്കരിച്ച് കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ +1 ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ പിന്നെയും മക്കൾ എത്രയോ നേരത്തെ എണീക്കലും പഠിക്കലും ഒക്കെ വേണ്ടേ. അപ്പോൾ കുട്ടികളെ ശേഷം ഉറങ്ങാനൊക്കെ അനുവദിക്കട്ടോ. വെക്കേഷൻ ആയാൽ എപ്പോഴും പഠിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് മൈസൂർ പരിപ്പാണ് കേട്ടോ. മൈസൂരിൽ നിന്ന് വാങ്ങിയ നല്ല അടിപൊളി പരിപ്പാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണേ. അപ്പോൾ അടുപ്പൊക്കെ ഉഷാറായി കത്തിക്കണം കേട്ടോ. നല്ല ഉണങ്ങിയ കൊള്ളിവിറകാണ് കൊണ്ടുവന്നത്. അപ്പോൾ മഴ പെയ്യുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ ആരും. വെള്ളമൊക്കെ നല്ലോണം കുടിച്ചിടുക. അപ്പോൾ നമ്മളിന്ന് ചക്കക്കുരും തക്കാളിയും പച്ചമുളകും ഈ മൈസൂർ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറി കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കറി വെച്ചാൽ. നല്ല പച്ചമുളക് ഒരുപാട് ഇട്ട് കൊടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ചേർത്തിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായി പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറ് കണ്ട് ഞാൻ തിരുമ്പി ഇട്ടിനും ഒരുപാട് മുറ്റത്ത് അതൊക്കെ ഷീറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടിട്ട് അതിൻ്റെ അടുക്ക് നമ്മൾ ചക്ക കുറച്ച് പുഴുക്കാക്കി വെച്ചിരിക്കുന്നു. പിന്നെ മീൻകാരൻ വന്നപ്പോൾ കുറച്ച് ഞണ്ട് വാങ്ങിക്കിട്ട്, ചെറിയ ഞണ്ടാണ്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്ടി ചോറൊക്കെ വെന്ത് ഊറ്റി മാറ്റിക്കണേ. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ടത്. ചെറിയ ഉള്ളി നല്ലോണം ചതച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ച് അതും നല്ലോണം വയറ്റി കൊടുക്കുക. അതുപോലെ 3 തക്കാളി നല്ലോണം
ജ്യൂസ് അടിച്ച് വെച്ചെടുക്കും കേട്ടോ. നമ്മൾ ജ്യൂസ് അടിച്ച് തക്കാളി വെക്കുമ്പോൾ നല്ലോണം വേവണം കേട്ടോ, അല്ലാണ്ട് ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല, പച്ച ചുവ മുന്നിൽ നിൽക്കും. അപ്പോൾ അതൊക്കെ നല്ലോണം വെന്തതിന് ശേഷം പൊടികളായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി ഇട്ടോ. എന്താ വെച്ചാൽ ഞണ്ട് നമുക്ക് ഈമ്പി കഴിക്കണം അല്ലേ, അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല ഞണ്ടായിരുന്നു കേട്ടോ, ചെറുതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മുളകും പൊടി കുറച്ചിട്ട് കൊടുക്കുക, ബാക്കി പച്ചമുളകും കുരുമുളകും ഇട്ടിട്ട് എരിവിന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഞണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് മാങ്ങ കേട്ടോ, നല്ല മാങ്ങ ചേർത്തിട്ട് നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മാങ്ങ ഒരു മുറ്റടിച്ച് വരുമ്പോൾ ഒരു മാങ്ങ വീണിട്ട് ഞാൻ അടിച്ച് വരുമ്പോൾ തന്നെ വീണതാണ്. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് ഈ കറിയിലേക്ക് അങ്ങോട്ട് കൊടുത്ത്, എന്നിട്ട് ഇവിടെ വറ്റിച്ച കറി കേട്ടോ ഞണ്ട് ഇഷ്ടം, ഞണ്ട് കറി. അപ്പോൾ ഞാൻ കുറച്ച് വറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഞണ്ടൊക്കെ അതിൻ്റെ അടുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിക്കണ്. അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ നേരം വെളുത്ത് ഉറങ്ങി നീച്ചാൽ എന്തെല്ലാം ജോലികൾ ചെയ്യൂലേ. ഈ ക്യാമറയിലൂടെ ഞാൻ പകർത്തുന്നതല്ലാതെ വേറെ എന്തെല്ലാം ചെയ്യും. എന്നാലും ചില ആണുങ്ങൾ ചോദിക്കൂലേ, എന്താ നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ, അങ്ങനെ ചോദിക്കുന്ന പോലെ ചോദിക്കരുത് കേട്ടോ. ശരിക്കും ആണുങ്ങളോട് കറക്റ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അതൊക്കെ എന്തെല്ലാം ജോലികൾ നമ്മൾ എടുക്കൂലേ. അപ്പോൾ ഇതാ ഈ മസാല വയറ്റിയിലേക്കൊന്നും പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നാടൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഒന്ന് അവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് കുറേ ദിവസങ്ങളോളം കത്തിക്കാതിരുന്നാലും ഒരു വല്ലാത്തൊരു പ്രയാസം കേട്ടോ കത്താൻ വേണ്ടിയിട്ട്. ഇപ്പം വേനലായതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ലോണം ഉഷാറായിട്ട് കത്തിക്കണം കേട്ടോ. കത്തിപ്പിടിച്ചാൽ സൂപ്പർ അടുപ്പ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ എന്ത് സാധനങ്ങളും നമ്മൾ കൊണ്ട് നടക്കുന്ന രീതി പോലെ ഇരിക്കൂലേ. നമ്മൾ അപ്പുറത്തു നിന്നൊക്കെ വെണ്ണീരൊക്കെ വാരാനുള്ള ടൈമിനൊക്കെ വെണ്ണീരൊക്കെ വാരിയാൽ തന്നെ സുഖമായിട്ട് അടുപ്പ് കത്തിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നല്ലോണം വറ്റി വന്നിക്കണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, നാടൻ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളെ ഞണ്ട് കറി ഇറക്കി വെച്ചിട്ടോ. നല്ല ടേസ്റ്റാണ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് കേട്ടോ പഴഞ്ചൊല്ല്, അത് സത്യമാണ് കേട്ടോ. ഞണ്ട് കറി ഇത് നമ്മളെ മൺചട്ടിയിൽ കിടന്നൊന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചാലും അതൊന്നും ഒരു വേവലുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് തിളക്കും കേട്ടോ കുറച്ച് സമയം വരെ. അപ്പോൾ അതങ്ങനെ തിളച്ചും കൊണ്ടൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതാ ഒരു മുരിങ്ങക്കായ ഉണ്ട്, ഇന്നെന്താ കറി വെക്കാത്തതെന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒറ്റ മുരിങ്ങക്കായേ ഉള്ളൂ, അതും കൂടെ നമ്മളെ ചക്കക്കുരും പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. നമ്മൾ മുറ്റൊക്കെ അടിക്കലോ അല്ലെങ്കിൽ തിരുമ്പലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉഷ്ണമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് വലിയൊരു അനുഗ്രഹം അല്ലേ. വെള്ളമില്ലാത്തവർക്കൊക്കെ ഒരു നല്ലൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള സമയത്തല്ലേ നല്ല ചെമ്മീൻ ഉണ്ടാവും, മുരിങ്ങക്കായ ഉണ്ടാവും, അതൊക്കെ ഇട്ടൊരു കറി വെച്ചാൽ പിന്നെ അത് മതി കേട്ടോ. അപ്പോൾ എനിക്കിവിടെ എല്ലാം ഒത്ത് വന്നാൽ ചെമ്മീൻ കിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒത്ത് വന്നാലും ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കറി വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അരപ്പ് തയ്യാറാക്കുകയാണ് നമ്മളെ കറിയിലേക്കുള്ള. അപ്പോൾ അത് തേങ്ങ ഇങ്ങനെ ചിരണ്ടി എന്താ പറയുക, മക്കളുള്ളതുകൊണ്ട് ചിരണ്ടിച്ചിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുമ്പോൾ സുഖമാണ് കേട്ടോ. തേങ്ങ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുക. അപ്പോൾ അത് ഞാൻ തീരുന്ന മുന്നേ തന്നെ തേങ്ങ തീർന്നെന്നും പറയും, മോനെ കൊണ്ട് ചിരകിക്കും കേട്ടോ. അപ്പോൾ ഓൻ ചോദിക്കും കഴിഞ്ഞ സ്ഥലം ചിരകി തന്നെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം തീർന്നു ഈ മോനെന്ന് അറിയലാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കണം. താഴെ നമുക്ക് ഒരുപാട് ദിവസം തേങ്ങ സൂക്ഷിക്കാൻ പറ്റൂല കേട്ടോ, വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒരുപാട് സാധനം നമുക്ക് എടുത്ത് പുറത്ത് വെക്കാണ്ട് അന്നേരം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ മുരിങ്ങനെല്ലാം താളിക്കുക കേട്ടോ. ചെറിയുള്ളിയും നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മുളകും പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത്, എന്നിട്ട് നമ്മൾ മുരിങ്ങനെല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കറിയാൻ വേണ്ടിയിട്ട് തള്ളിയിട്ടെല്ലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ വെച്ചാൽ ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറികളില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ അതൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ അടുപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ തന്നെ നമുക്ക് പപ്പടവും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആളിക്കത്തുന്ന അടുപ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പപ്പടം പൊരിക്കുമ്പോൾ തീയൊന്ന് കുറക്കണം കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഞാൻ ഒന്നും രണ്ടും പപ്പടമൊക്കെ പൊരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് കറുത്ത് പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ പപ്പടമൊക്കെ നല്ലോണം കത്തിയോണ്ട് വരണ്ടി പോക്കൂട്ടോ. അതുമുള്ളൊരു പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടി നല്ലോണം പോക്കിയിട്ടാണ് ഞാൻ പപ്പടം പൊരിക്കൽ. എന്താണെന്നറിയില്ല, ആളിയത് കൊണ്ടാവാം വല്ലാത്തൊരു വെളിച്ചെണ്ണ പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ, പുറത്തേക്ക് കൊണ്ടുപോയി മറിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റി വെച്ചിട്ട് വന്നതിന് ശേഷമാണ് പപ്പടം പൊരിച്ചെടുത്തത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് അല്ലാതെ നമുക്ക് വേറെ വെറൈറ്റി ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരോ നമ്മളെ സബ്സ്ക്രൈബ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ചില ആൾക്കാർ നമ്മളെ വീഡിയോ കാണും, ഒരു കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്യാതെ കാണുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യലിട്ടോ, ഒരു ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടായി പിന്നെ നമ്മൾ പപ്പടം പൊരിക്കൽ കേട്ടോ. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണൻ്റെ കളറ് കണ്ടോ നിങ്ങൾ, എന്തോ ഒരു നല്ല വെളിച്ചെണ്ണ, അപ്പോൾ കളറൊക്കെ മാറിപ്പോയി. അപ്പോൾ തീ ആളുമ്പം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് അലൂമിനിയം ചീനച്ചട്ടിയല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് അടുക്കള ക്ലീനിങ് ഉണ്ട്, കുളിക്കണം, നിസ്കരിക്കണം, ഇതൊക്കെ കഴിഞ്ഞ് ഒരു ചോറ് തിന്നുമ്പോഴേക്ക് സമയം 2:30-3 മണിയാവും കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ തിന്ന്. അപ്പോൾ ഞാൻ ഞണ്ട് കറിയേ എടുത്തിട്ടില്ല, അപ്പോൾ ഞണ്ട് കറി രാത്രിത്തേക്കാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.